അതെ, ലോകമുറ്റു നോക്കുന്ന ക്രൊയേഷ്യ പോർച്ചുഗൽ മത്സരം നാളെ പുലർച്ചെ 4:30 നടക്കും. ഫുട്ബോളിൻ്റെ ഹൃദയമിടിപ്പ് വീണ്ടും ഉയരുകയാണ്. പരിചയ സമ്പത്തും കരുത്തും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന വമ്പൻ പോരാട്ടമാണിത്. പോർച്ചുഗൽ vs ക്രൊയേഷ്യ. ഒരു വശത്ത് പോർച്ചുഗൽ ആക്രമണ ഫുട്ബോളിൻ്റെ പ്രതീകം, വേഗതയും കൃത്യതയും ചേർന്ന ടീം. മറുവശത്ത് ക്രൊയേഷ്യ മധ്യനിരയുടെ മാസ്റ്റർമാർ. വലിയ ടൂർണമെൻറ്റുകളിൽ എപ്പോഴും അത്ഭുതങ്ങൾ തീർക്കുന്ന പോരാളികളായിരുന്നു ക്രൊയേഷ്യ. ഇത് വെറും മത്സരം മാത്രമല്ല, തന്ത്രങ്ങളുടെ പോരാട്ടമാണ്. പെരിസിക്കും ക്രൊയേഷ്യയുടെ മധ്യനിര മുന്നേറ്റക്കാരനായ നെടും തൂണായ ലൂക്ക മോഡ്രിച്ചുമൊക്കെ അടങ്ങുന്ന വളരെ മനോഹരമായ ക്രൊയേഷ്യ ടീം പോർച്ചുഗലിനെ ഏറ്റുമുട്ടുമ്പോൾ റൊണാൾഡോയും ബ്രൂണോ ഫെർണാണ്ടസും ജാവോ ഫെലിക്സും ബെർണാഡോ സിൽവയുമെല്ലാം അടങ്ങുന്ന മുന്നേറ്റ നിര എത്രത്തോളം അവരുടെ ആക്രമണ ശക്തി കൂട്ടുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അനുഭവവും യുവത്വവും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മത്സരം കൂടിയാണിത്. ആരാകും മിഡ്ഫീൽഡറിൽ ആധിപത്യം നേടുക, ആരാകും നിർണായക ഗോൾ നേടി ആരാധകരെ ആവേശത്തിലാഴ്ത്തുക. 90 മിനിറ്റിൽ ചരിത്രം മാറാം. ഒരു പിഴവ് മത്സരം നഷ്ടമാക്കാം. ഒരു നിമിഷം രാജ്യത്തെ ആഘോഷത്തിലാഴ്ത്താം. ഫുട്ബോൾ ആരാധകരെ സീറ്റ് ബെൽറ്റ് കെട്ടിക്കോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായും ഇന്നത്തെ ആ മത്സരത്തോടെ മറ്റൊരു സ്പോട്ടും കൂടി റൗണ്ട് ഓഫ് 16 കാണാം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ലൂക്ക മോഡ്രിച്ചിൻ്റെയും അവസാന മത്സരമാണ്. ആര് കാണാം മുന്നോട്ട് പോകുന്നത്?